വികസന പാതയിലാണ് സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നതിന് ആവർത്തിച്ചുള്ള തെളിവുകളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ലോകോത്തര നിലവാരത്തിൽ ഉയർന്ന് ഡബിൾ സ്മാർട്ടായി തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകൾ രൂപാന്തരം പ്രാപിക്കുകയാണ്. നാളെ വൈകുന്നേരം മാനവീയം വീഥിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്മാർട്ട് റോഡുകൾ നഗരത്തിന് സമർപ്പിക്കുന്നു. 180 കോടിയോളം രൂപ ചെലവിട്ടാണ് 12 സ്മാർട്ട് റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. BMBC നിലവാരത്തിൽ നവീകരിച്ച നഗരത്തിലെ 28 പ്രധാന റോഡുകളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. സ്മാർട്ട് റോഡുകൾ, 28 മിനി സ്മാർട്ട് റോഡുകൾ, ഇവയുടെയൊക്കെയും തന്നെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതോടെ ലോകോത്തര നിലവാരത്തിലെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകൾ. ഭിന്നശേഷി സൗഹൃദമായ നടപ്പാതകൾ റോഡിനിരുവശവും ടൈൽ പാകി നിർമ്മിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള ഇടങ്ങളിലൊക്കെയും കൈവരിയും ഒരുക്കിയിട്ടുണ്ട്. നടപ്പാതയ്ക്കൊപ്പം ചേർന്ന് സൈക്കിൾ യാത്ര പ്രോത്സാഹിപ്പിക്കാനായി സൈക്കിൾ ട്രാക്കും ഇവിടെയുണ്ട്. വഴിവിളക്കിനൊപ്പം ഡിവൈഡറുകളിൽ ഘടിപ്പിച്ച ആന്റി ഗ്ലെയർ മീഡിയനുകളാണ് സ്മാർട്ട് റോഡിന്റെ മറ്റൊരു പ്രത്യേകത. ആൽത്തറ മുതൽ നോർക്ക വരെയും മേട്ടുക്കട മുതൽ ഫ്ലൈ ഓവർ വരെയും 4 വരിയായും നോർക്ക മുതൽ മേട്ടുക്കട വരെ 2 വരിയായുമാണ് പാതയുടെ നിർമ്മാണം. ആകെ 3030 മീറ്റർ നീളമുള്ള ഈ സ്മാർട്ട് റോഡിന്റെ നിർമ്മാണ ചെലവ് 77 കോടി രൂപയാണ്. സ്മാർട്ട് റോഡ് കടന്നു പോകുന്ന ഭാഗങ്ങളിലെ മുഴുവൻ കുടിവെള്ള പൈപ്പ് ലൈനുകളും പുനഃസ്ഥാപിച്ച് പുതിയ കണക്ഷൻ നൽകി. വൈദ്യുത പോസ്റ്റുകളെല്ലാം മാറ്റി അണ്ടർഗ്രൗണ്ട് ഡക്റ്റുകൾ വഴി ഇലക്ട്രിക് കേബിളുകൾ വലിക്കുകയും ഫീഡർ പില്ലറുകൾ ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കുകയും ചെയ്തു. വിവിധ സർവീസ് ദാതാക്കളുടെ കേബിളുകളും ഡക്റ്റുകളിലൂടെ വഴിമാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓടകളും സ്വീവേജ് സംവിധാനവും മെച്ചപ്പെടുത്തിയതും ഈ റോഡിന്റെ പ്രധാന പ്രത്യേകതയാണ്. എല്ലാ റോഡുകളുടെയും ടാറിംഗ് പൂർത്തിയാക്കി നേരത്തെ തന്നെ തുറന്നു കൊടുത്തതാണ്. ബാക്കിയുള്ള അവസാനവട്ട മിനുക്കുപണികളും പൂർത്തിയാകുന്നതോടെ നാളെ ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ വിവാദങ്ങൾക്കും കുപ്രചരണങ്ങൾക്കും മറുപടിയായി തലസ്ഥാന നഗരത്തെ റോഡുകൾ ലോകോത്തര നിലവാരത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. RK കുമാറിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.